ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് 226 സബ്സ്ക്രൈബേഴ്സാ ഉള്ളത്. എല്ലാരും കൂടിയിട്ട് ഒന്ന് 1K ആക്കി തരണം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഫ്രീ ആപ്പിന്റെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ആദ്യം എങ്ങനെയാണ് ഫ്രീ ആപ്പിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെന്നുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാക്ക് ചെയ്യുന്നത്, അതിനുശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഒരുപാട് റെസ്പോൺസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ലാസ്റ്റ് ആയിട്ട് 1 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലെല്ലാം ഇട്ട ആ ഒരു ഇതില് എന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോമൺ ഡൗട്ടാണ് ഈ ക്യാഷിലോട്ട് കോയിൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്നുള്ളത് കേട്ടോ. നമുക്ക് ശരിക്കും ക്യാഷിലോട്ട് ഈ കോയിൻസ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ ആപ്പില് നമ്മളെ പോലത്തെ ഫ്രീ ആപ്പിന്റെ ഒരുപാട് യൂസേഴ്സ് വേറെ ഉണ്ടാവും. അവര് ബയ്യേഴ്സ് ആയിരിക്കും, ചിലർ സെല്ലേഴ്സ് ആയിരിക്കും, ബയ്യേഴ്സ് ആയിരിക്കും. ഈ ബയ്യേഴ്സിന് ആവശ്യമായിട്ടുള്ള കോയിൻസ് അവരുടെ ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വേറെ ആളുകൾ കോയിൻസ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യും. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബയ്യറിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഫ്രീ ആപ്പിൽ ക്യാഷിലോട്ട് കോയിൻസ് കൺവേർട്ട് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫ്രീ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും മേലെ പോയാൽ സെറ്റിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കോയിൻ്റെ ആ സൈഡ് തൊട്ടാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് വരും. അതിൽ ബ്ലോക്ക്ഡ് ഫോർ സെയിൽ പറഞ്ഞിട്ട് കാണിക്കും. എനിക്ക് 160 കോയിൻസാണ് സെല് ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്. ഇതെല്ലാം ഈ യുവർ സെയിൽസ് എന്ന് കണ്ടില്ലേ, ഇതെല്ലാം ഞാൻ സെല് ചെയ്തിട്ടുള്ള കോയിൻസാണ്. അപ്പം ഞാൻ ആ 160 കോയിൻസിന് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ 160 മാറ്റിയിട്ട് 100 കോയിൻസ് കൊടുക്കുന്നുണ്ട്. 100 കോയിൻസിന് 23 രൂപയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. 160 കോയിൻസിന് 36 രൂപയും 100 കോയിൻസിന് എനിക്ക് 23 രൂപയോ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെയും 160 കോയിൻസ് ആക്കിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ആയിട്ട് ഞാൻ സെല് ചെയ്തത് 2500 കോയിൻസാണ്. ഇത് സോൾഡ് 2500 കോയിൻസ് ടു പീഹു എന്ന് പറയുന്ന ഒരാൾക്കാണ്. 2500 കോയിൻസാണ് ഞാൻ സെല് ചെയ്ത്. എനിക്ക് അതിന് 400 രൂപയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിന് മുമ്പ് 150 കോയിൻസ് ഞാൻ സെല് ചെയ്യുന്നുണ്ട്, സ്വാമി പറയുന്ന ആൾക്കാണ്. അതിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് 42 രൂപയാണ്. അതിന് മുമ്പ് ഏപ്രിലിൽ ഞാൻ 120 കോയിൻസ് സെയിൽ ചെയ്തിട്ടുണ്ട്. അതിന് കിട്ടിയത് 34 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ട്. അപ്പൊ കണ്ടല്ലോ എങ്ങനെയാണ് ക്യാഷിലോട്ട് ഈ കോയിൻസ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഇട്ട സമയത്തിന് നമുക്ക് ബയേഴ്സിന് കിട്ടില്ല, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഫ്രീ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ചിലപ്പോഴെല്ലാം നമുക്ക് സെല്ലാവാറുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഞാൻ അത്ര സാധനങ്ങൾ സെല്ല് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ സെല്ല് ചെയ്തിട്ടുള്ളൂ. ഏകദേശം 3000-4000 കോയിൻസിന് മാത്രമേ സെല്ല് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് ആ ഒരു കോയിൻസിനെ എനിക്ക് എന്താ പറയാ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ക്യാഷിലോട്ട് ഈ കോയിൻസ് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരാള് ബയ്യർ നമ്മളുടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. മീൻസ് നമ്മളുടെ ആ നോട്ടിഫിക്കേഷൻ ബാർ ഉണ്ടാവുമല്ലോ, അതിൽ വരും കേട്ടോ. ഇതെൻ്റെ ഇമെയിലാട്ടാ. അപ്പോൾ 24-ാം തീയതിയായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഈ ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നേ. 400 രൂപയുടെ ഇതായിരുന്നു കേട്ടോ. അതിൽ ഗീവ് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ടൊരു പേജ് ഓപ്പൺ ആവും. അതിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. ബാങ്ക് ഡീറ്റെയിൽസ് 2 പ്രാവശ്യം കൊടുക്കണം. അതുപോലെ IFSC കോഡും കൊടുക്കണം. ചിലപ്പോൾ IFSC കോഡ് ചോദിക്കില്ല, എനിക്കത് ഓർമ്മയില്ല. ബാങ്ക് ഡീറ്റെയിൽസ് എന്തായാലും കൊടുക്കണം. ബാങ്ക് നമ്പർ മാത്രം കറക്റ്റായി കൊടുക്കണം. അതുപോലെ നെയിമും കൊടുക്കുക. അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റീപ്ലൈ തരാം. പിന്നെ വേറെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഫ്രീ ആപ്പിനെ കുറിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ആപ്പിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് സെക്ഷനിൽ പറഞ്ഞോട്ടാ. വേറെ ഏതെങ്കിലും ആപ്പിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, എന്തെങ്കിലും റിവ്യൂ ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കാട്ടോ.